2026 ഏപ്രിൽ അവസാന വാരത്തിൽ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധവും അവിടെ ഉടലെടുക്കുന്ന പുതിയ നയതന്ത്ര നീക്കങ്ങളുമാണ്. ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധം 3-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ പാതി വഴിയിൽ തടസ്സപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ ചർച്ചകളുടെ പരാജയവും ട്രംപിന്റെ പിന്മാറ്റവും. ഇറാനും അമേരിക്കയും തമ്മിൽ പാകിസ്ഥാനിൽ നടക്കേണ്ടിയിരുന്ന 2ാം ഘട്ട നിർണായക ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഏപ്രിൽ 25-ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അമേരിക്കൻ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് അയക്കേണ്ടതില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. 18 മണിക്കൂർ വിമാനയാത്രകൾ നടത്തി വെറുതെ ചർച്ചകൾക്കില്ല. ചർച്ച ചെയ്യണമെങ്കിൽ ഇറാൻ നേരിട്ട് വിളിക്കട്ടെ എന്ന കടുത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. എത്ര മണിക്കൂറിലേക്കാണ് ഈ നിലപാട് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രതികരണം ഇങ്ങനെയാണ്: അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്കില്ല എന്നും സന്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി കൈമാറുമെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അമേരിക്കൻ സംഘത്തിന്റെ യാത്ര റദ്ദാക്കിയതിന് 10 മിനിറ്റുകൾക്ക് ശേഷം ഇറാൻ ഒരു പുതിയ സമാധാന ഫോർമുല മുന്നോട്ട് വെച്ചതായി ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞില്ല എങ്കിലും ഇതിലും നല്ല നിർദ്ദേശങ്ങൾ വേണം എന്നാണ് പ്രതികരിച്ചത്. പ്രധാനമായും 3 ഘട്ടങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 1. മേഖലയിലെ സൈനിക നടപടികൾ ഉടൻ നിർത്തലാക്കുക. 2. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിലെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുക. 3. ഉപരോധങ്ങൾ നീക്കിയാൽ ആണവ പരീക്ഷണങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുക. ഹോർമൂസ് കടലിടുക്കിലെ ഇരട്ട ഉപരോധം. ഏപ്രിൽ മാസത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഹോർമൂസ് കടലിടുക്കിലെ തർക്കമാണ്. ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള എല്ലാ കപ്പലുകളും തടയുമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി അറിയിച്ചു. 13 ഏപ്രിൽ മുതൽ അമേരിക്കൻ നാവികസേന ഇവിടെ കപ്പലുകൾ തടയുന്നുമുണ്ട്. എങ്കിലും ഇറാന്റെ 26 എണ്ണക്കപ്പലുകൾ അതുവഴി കടന്നുപോയി എന്നുള്ളത് പറയാതെ പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ഉപരോധം പിൻവലിച്ചില്ല എങ്കിൽ കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. കപ്പലുകൾക്ക് $1 മില്യൺ വരെ ടോൾ ഈടാക്കാനുള്ള നീക്കവും ഇറാൻ നടത്തുന്നുണ്ട്. ഇറാനെതിരെ ശക്തമായ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്നും ഇസ്രായേലിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കിട്ടിയതൊന്നും മതിയായിട്ടില്ല പോലും. ലെബനൻ വെടിനിർത്തൽ. ഏപ്രിൽ 16 മുതൽ ഇസ്രായേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായിരുന്നു. എന്നാൽ ഇറാൻ വിഷയത്തിൽ ഇസ്രായേൽ ഇപ്പോഴും യുദ്ധസജ്ജമായി തുടരുകയാണ്. യുദ്ധം നീളുന്നത് ആഗോള വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എണ്ണവിലയിലേക്ക് വരുമ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സം കാരണം ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വളം, ഹീലിയം, അലുമിനിയം തുടങ്ങിയവയുടെ കയറ്റുമതി തടസ്സപ്പെട്ടത് ആഗോള വിപണിയിൽ ആശങ്കയുണ്ടാക്കുന്നു. ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ സാമ്പത്തിക പ്രതിസന്ധിക്കാണ്. 2026 ഏപ്രിൽ മാസം അവസാനിക്കുമ്പോൾ ഭൂപടത്തിലെ ഒരു ചെറിയ ജലപാത ലോകത്തിന്റെ ഗതി എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലെ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ 20%, LNG വ്യാപാരത്തിന്റെ 25% കടന്നു പോകുന്ന ഈ ഞരമ്പ് അടയുമ്പോൾ കേവലം ഒരു യുദ്ധവാർത്തയല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും അടുക്കളയെയും പോക്കറ്റിനെയും ബാധിക്കുന്ന കടുത്ത യാഥാർത്ഥ്യമാണ് വെളിപ്പെടുന്നത്. കത്തുന്ന ക്രൂഡ് ഓയിൽ വിപണി $100 കടന്ന് കുതിക്കുകയാണ്. മാർച്ച് മാസം മുതൽ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടഞ്ഞതോടെ ആഗോള എണ്ണ വിപണി തകിടം മറിഞ്ഞു. അന്താരാഷ്ട്ര എനർജി ഏജൻസി ഇതിനെ വിശേഷിപ്പിക്കുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിതരണ തടസ്സം എന്നാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 കടന്ന് കുതിക്കുകയാണ്. ഇറാന്റെ ഉപരോധം തുടർന്നാൽ ജൂൺ മാസത്തോടെ അത് $150 എത്തി നിൽക്കുമെന്ന് സിറ്റി ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സൗദി അറേബ്യ, UAE, ഇറാഖ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഖത്തർ എനർജി ഇതിനകം തന്നെ തങ്ങളുടെ കയറ്റുമതിയിൽ ഫോഴ്സ് മജൂർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യൂറോപ്പിലും ഏഷ്യൻ രാജ്യങ്ങളിലും പെട്രോൾ, ഡീസൽ വിലയിൽ 30 മുതൽ 40% വരെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിമാന ഇന്ധനത്തിന്റെ വില ഇരട്ടിയായതോടെ വ്യോമയാന മേഖലയിലും കടുത്ത പ്രതിസന്ധി നേരിടുന്നു. മറ്റൊന്ന് വളത്തെക്കുറിച്ച് പറയുമ്പോൾ ആഗോള കാർഷിക രംഗം വലിയ ഭീഷണിയിലാണ്. ഭക്ഷ്യസുരക്ഷയുടെ അടിസ്ഥാന ഘടകമായ വളം വിപണിയാണ് ഹോർമൂസ് പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ഉലയുന്നത്. ലോകത്ത് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന രാസവളത്തിന്റെ 30% കടന്നു പോകുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. യൂറിയയും അമോണിയയും. ലോകത്തിലെ പ്രധാന യൂറിയ കയറ്റുമതിക്കാരായ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രകൃതിവാതക വില വർദ്ധിച്ചതും ഉൽപാദനത്തെ ബാധിച്ചു. വളത്തിന്റെ വില വർദ്ധിക്കുന്നത് കാർഷിക വിളവെടുപ്പിനെ സാരമായി ബാധിക്കും. ഇത് 2026 അവസാനത്തോടെ ആഗോളതലത്തിൽ കടുത്ത ഭക്ഷ്യക്ഷാമത്തിന് വരെ കാരണമായേക്കാം എന്ന് വിദഗ്ധർ ഭയപ്പെടുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള കാർഷിക രാജ്യങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ്. ഹൈടെക് മേഖലയിലെ നിശബ്ദ യുദ്ധം. ഹീലിയം എന്ന് കേൾക്കുമ്പോൾ ബലൂണുകളെ കുറിച്ചാകാം നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ആഗോള ഹീലിയം വിതരണത്തിന്റെ 30%-ഓളം ഖത്തറിൽ നിന്നാണ് വരുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടെ ഹീലിയം വിപണി പൂർണ്ണമായും സ്തംഭിച്ചു.
MRI സ്കാനിംഗ് മെഷീനുകൾ തണുപ്പിക്കാൻ ലിക്വിഡ് ഹീലിയം അത്യാവശ്യമാണ്. ഹീലിയം ക്ഷാമം മൂലം ലോകമെമ്പാടുമുള്ള ആശുപത്രികളിൽ സ്കാനിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുന്ന സ്ഥിതിയും കണ്ടുവരുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ കമ്പ്യൂട്ടർ ചിപ്പുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും നിർമ്മാണത്തിന് ഹീലിയം അത്യാവശ്യമാണ്. ഈ ക്ഷാമം ആഗോള ടെക്നോളജി വിപണിയെയും വലിയ വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഗൾഫ് മേഖല അലുമിനിയം ഉൽപാദനത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. യുദ്ധം തുടങ്ങിയതോടെ അലുമിനിയം വിലയിലും റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. UAE-യിലും ബഹ്റൈനിലും അലുമിനിയം സ്മെൽറ്ററുകളിൽ നിന്നുള്ള ഉൽപാദനങ്ങൾ ആഗോള വിപണിയിലേക്ക് എത്തുന്നില്ല. നിർമ്മാണ മേഖല, വാഹന നിർമ്മാണം, പാക്കേജിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളെയും ഇത് ദോഷകരമായി ബാധിച്ചിരിക്കുന്നു. മറ്റൊന്ന് ലോജിസ്റ്റിക് ദുരന്തമാണ്. ചരക്കുകൂലി കുതിച്ചുയരുന്നു. ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കി കപ്പലുകൾ മറ്റ് വഴികളിലൂടെ, ഉദാഹരണത്തിന് ആഫ്രിക്കയെ ചുറ്റി പോകേണ്ടി വരുന്നത് ചരക്കു നീക്കത്തിന്റെ ചിലവ് 50 മുതൽ 60% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സുമാത്രയിലെ മലാക്ക കടലിടുക്കിലും ചരക്കു കപ്പലുകളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കപ്പലുകളുടെ വെയിറ്റിംഗ് പീരീഡ് 40 ദിവസം വരെയായി ഉയരുന്നു. യുദ്ധമേഖലയിലൂടെയുള്ള യാത്രയായതിനാൽ കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുത്തനെ കൂടിയിട്ടുണ്ട്. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇനിയും വർദ്ധിക്കാൻ കാരണമാകും. ഹോർമൂസ് കടലിടുക്കിലെ ഈ തടസ്സം വെറും ഒരു പ്രാദേശിക തർക്കമല്ല. ഇത് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും ഉപരോധം തുടരുകയും ചെയ്താൽ 2026 രണ്ടാം പകുതി ലോകത്തിന് കടുത്ത പരീക്ഷണങ്ങളുടേതാകും. ക്ഷാമവും വിലക്കയറ്റവും രാജ്യങ്ങൾക്കിടയിൽ ആഭ്യന്തര കലഹങ്ങൾക്ക് പോലും കാരണമായേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഏപ്രിൽ മാസം അവസാനിക്കുമ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ ട്രംപ് എന്ത് തീരുമാനമെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനം. ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണിയും ഇറാന്റെ ആണവ നിലപാടുകളും ഈ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. പക്ഷേ ഒന്നുണ്ട്, ഇറാൻ പറഞ്ഞത് നടക്കാതെ, സ്വന്തം രാജ്യത്തിൽ നിന്നും പൂർണ്ണമായും സൈനികരെ പിൻവലിക്കാതെ അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള മാറ്റം ഉണ്ടാവാതെ ഇനിയൊരു ചർച്ചയ്ക്കും ഇറാൻ തയ്യാറാവില്ല. ഇത് ഉറച്ച തീരുമാനം തന്നെയാണ്.